SK ക്രിക്ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ടാറ്റ IPL 2024 ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാച്ച് റിവ്യൂ ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ടോസ് ലഭിച്ച ബാംഗ്ലൂരു നായകൻ ഫാഫ് ഡു പ്ലസി RCBയെ ഫസ്റ്റ് ബാറ്റിങ്ങിന് അയച്ചു. ഈ മാച്ചിന്റെ പ്രത്യേകത എന്തെന്നാൽ ഫാഫ് ചെന്നൈയിൽ വെച്ച് CSKക്കെതിരെ മത്സരിക്കുന്ന ആദ്യ മാച്ചാണ്. അതുപോലെ ഋതുരാജിന്റെ ആദ്യ IPL ക്യാപ്റ്റൻസി മാച്ചുമാണ്. RCBയുടെ ബാറ്റിങ്ങിൽ ആദ്യ 4 ഓവറിൽ ഫാഫ് നല്ല രീതിയിൽ തന്നെ സ്കോർ ഉയർത്തിയെങ്കിലും മാച്ചിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് ഫാഫിന്റെ വിക്കറ്റിലൂടെയാണ്. മുസ്തഫിസൂറിന്റെ സ്ലോവർ ബോളിൽ ഔട്ട്സൈഡ് ലൈനിലേക്ക് കളിച്ച ഫാഫ് രച്ചിൻ രവീന്ദ്രന്റെ കൈകളിൽ ഇന്നിംഗ്സ് അവസാനിക്കുകയാണ്. ശേഷം വന്ന പടിദാറിനെ അതേ ഓവറിൽ തന്നെ മുസ്തഫിസൂർ കൂടാരത്തിൽ തിരിച്ചു കയറ്റി. ശേഷം അടുത്ത ഓവറിൽ മാക്സ്വെൽ ഗോൾഡൻ ഡക്കിൽ പുറത്തായി. കോഹ്ലിയും ഗ്രീനും മാക്സിമം റൺ റേറ്റ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും RCBയുടെ അന്തകനായി വീണ്ടും മുസ്തഫിസൂർ വന്നു. 12ാമത്തെ ഓവറിൽ മുസ്തഫിസൂറിന്റെ പന്തിൽ ഫുൾ ഷോട്ട് കളിച്ച കോഹ്ലി സ്ക്വയർ ലെഗിൽ വെച്ച് രച്ചിൻ രവീന്ദ്രന്റെ അതിമനോഹരമായ കേച്ചിൽ ഇന്നിംഗ്സ് അവസാനിച്ചു. ഒടുവിൽ ഗ്രീനെയും അതേ ഓവറിൽ മുസ്തഫിസൂർ പുറത്താക്കി. അങ്ങനെ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ മുസ്തഫിസൂർ സ്വന്തമാക്കി. ഒരു ഘട്ടത്തിൽ 12 ഓവറിൽ 78-ൽ 5 എന്ന നിലയിൽ കൂട്ടത്തകർച്ച നിൽക്കുന്ന സമയത്താണ് ക്രീസിൽ DKയും റാവത്തും വരുന്നത്. അവസാന 8 ഓവറിൽ 95 റൺസ് ഇരു കൂട്ടരും അടിച്ചെടുത്തു. റാവത്ത് 48 റൺസ് എടുത്തപ്പോൾ DK 38 റൺസുമായി പുറത്താകാതെ നിന്നു. CSKന്റെ ബോളിംഗിൽ ദേശ്പാണ്ഡെ 4 ഓവറിൽ 47 റൺസ് വിട്ടുകൊടുത്തു. അങ്ങനെ RCB 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തു. CSKന്റെ ടാർഗറ്റ് 174 റൺസാണ്. മറുപടി ബാറ്റിംഗിൽ CSK ഓപ്പണർമാരായ ഋതുരാജും രച്ചിൻ രവീന്ദ്രയും മികച്ച തുടക്കം തന്നെയാണ് കാഴ്ചവെച്ചത്. മത്സരത്തിന്റെ 4ാം ഓവറിലാണ് CSKക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. ഇമ്പാക്ട് പ്ലെയറായി വന്ന യാഷ് ഡയാലിന്റെ പന്തിൽ ഋതുരാജ് ഔട്ട്സൈഡ് എഡ്ജിൽ കളിക്കവെ ഗ്രീനിന്റെ കൈകളിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ശേഷം രഹാനെയും ഒത്ത് രച്ചിൻ രവീന്ദ്ര റൺ റേറ്റ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും 7ാം ഓവറിൽ കരൺ ശർമ്മന്റെ പന്തിൽ സ്വീപ്പ് ഷോട്ട് കളിച്ച രച്ചിൻ സ്ക്വയർ ലെഗിൽ വെച്ച് പടിദാർ ക്യാച്ച് എടുത്തു. ശേഷം വന്ന മിച്ചലുമായി രഹാനെ നല്ല രീതിയിൽ സ്കോർ ഉയർത്തിയെങ്കിലും 11ാം ഓവറിൽ ഗ്രീനിന്റെ പന്തിൽ ഫുൾ ഷോട്ട് കളിച്ച രഹാനെ സ്ക്വയർ ലെഗിൽ വെച്ച് മാക്സ്വെല്ലിന്റെ മനോഹരമായ കേച്ചിൽ ഇന്നിംഗ്സ് അവസാനിച്ചു. ശേഷം 13ാം ഓവറിൽ ഗ്രീനിന്റെ ഷോട്ട് ബോളിൽ മിഡിൽ സൈഡിലേക്ക് കളിച്ച മിച്ചൽ പടിദാർ ഔട്ടാക്കി. അങ്ങനെ 13ാം ഓവറിൽ 110-ൽ 4 എന്ന നിലയിൽ CSK നിൽക്കുമ്പോഴാണ് ക്രീസിൽ ജഡേജയും ഇമ്പാക്ട് പ്ലെയറായി ദൂബയും വരുന്നത്. ശേഷമുള്ള 6 ഓവറിൽ 66 റൺസാണ് ഇരു സഖ്യം അടിച്ചെടുത്തത്. ദൂബെ 34 റൺസ് എടുത്തപ്പോൾ മറുവശത്ത് മികച്ച പിന്തുണ തന്നെയാണ് ജഡേജ നൽകിയത്. ഒടുവിൽ 8 പന്തുകൾ ബാക്കി നിൽക്കെ CSK 6 വിക്കറ്റിന് മത്സരം അവസാനിപ്പിച്ചു. RCBന്റെ ബോളിംഗ് നിരയിൽ ഗ്രീൻ മാത്രമാണ് 2 വിക്കറ്റുകൾ നേടിയത്. കളിയിലെ താരമായി മാറിയത് 4 വിക്കറ്റുകളുമായി RCBന് അപകടകാരികളായ ബാറ്റർമാരെ പുറത്താക്കിയ മുസ്തഫിസൂറാണ്.